കുട്ടികളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സെക്കൻഡ് ടൈം ഇവാലുവേഷൻ 4ാം ക്ലാസ്സിൻ്റെ മാത്സ് ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് പാർട്ടിൽ എന്താ പറയുന്നത്? കംപ്ലീറ്റ് ദ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കി. ആദ്യം 4210, 4320, 4430. അപ്പോൾ അടുത്തത് എത്രയായിരിക്കും? ഫസ്റ്റ് 4 ആയിരിക്കും. ഇവിടെ നോക്കിയേ 2, 3, 4. അപ്പോൾ അടുത്തത് എത്രയായിരിക്കും? 5. അടുത്തത് 1, 2, 3 എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അടുത്തത് എത്രയായിരിക്കും? 4 അല്ലേ? ഇങ്ങനെ. അപ്പോൾ അടുത്തത് എത്രയായിരിക്കും? 4650. ഇങ്ങനെ എല്ലാത്തിൻ്റെയും പാറ്റേൺ നിങ്ങൾ ഫില്ല് ചെയ്യണം. 5200, 5450, 5700. അപ്പോൾ അടുത്തത് എത്രയായിരിക്കും? 5950, 6200 അല്ലേ? അടുത്തത് എത്രയായിരിക്കണം? 8600, 8200, 7800. 400 വെച്ച് കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ? അപ്പോൾ 7400 മൈനസ് ചെയ്യണം അല്ലേ? 7800 മൈനസ് ചെയ്യണം 400, പിന്നെ 7000. ഇങ്ങനെ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാവരും ശരിയാക്കിയില്ലേ മക്കളെ? അടുത്ത ഡി ക്വസ്റ്റ്യൻ. 1 ഓഫ് ദ പാറ്റേൺസ് ഗിവൺ ഈസ് കറക്റ്റ്, ടിക്ക് ദ റൈറ്റ് വൺ. ഇതിൽ ഏതാ കറക്റ്റ് പാറ്റേൺ നോക്കൂ. മൂന്നാമത്തെയാണ് കറക്റ്റ് പാറ്റേൺ. 8700, 7600, 6500, 5400. റൈറ്റ് എ പാറ്റേൺ ഇൻവോൾവിങ് 4 ഡിജിറ്റ് നമ്പേഴ്സ്. 4 ഡിജിറ്റ് നമ്പേഴ്സ് വരുന്ന ഏതെങ്കിലും ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാനാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതാം അല്ലേ? 2500, 2600, ഇങ്ങനെ 100 വെച്ച് കൂടുന്ന രീതിയിൽ എഴുതാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. 4 ഡിജിറ്റ് നമ്പേഴ്സ് ആയിരിക്കണം എന്ന് മാത്രം. ഒരു പാറ്റേൺ വേണം അതിന്. ഇനി ആക്ടിവിറ്റി 2 നോക്കൂ. സ്റ്റഡി ടൂർ ആണ് അല്ലേ? എന്താ ക്വസ്റ്റ്യൻ? 100 സ്റ്റുഡൻസ് അല്ലേ? 100 സ്റ്റുഡൻസ് ഓഫ് മഞ്ചാടിക്കുന്ന് LP സ്കൂൾ വെൻറ്റ് ഫോർ എ 1 day സ്റ്റഡി ടൂർ. മഞ്ചാടിക്കുന്ന് LP സ്കൂളിൽ നിന്ന് 100 കുട്ടികൾ ഒരു ദിവസത്തേക്ക് ടൂർ പോയി. അപ്പോൾ അവരുടെ ടൂറിന് വന്നിരിക്കുന്ന എക്സ്പെൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബസ്സിന് 7000, ഫുഡിന് 6150, ടിക്കറ്റിന് 3210, പാർക്കിംഗ് ചാർജ് 600. ഇനി നിങ്ങൾ ഇതിന് ഓരോന്നിനും എന്താണ് താഴെ കൊടുത്തിരിക്കുന്ന സബ് ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ. ഈച്ച് സ്റ്റുഡൻസ് ഗേവ് ₹175 ഫോർ ദ ടൂർ. വാട്ട് വാസ് ദ ടോട്ടൽ എമൗണ്ട്? എന്താണ്? ഓരോരുത്തരും 175 രൂപ വച്ച് കൊടുത്തെങ്കിൽ ആ ടൂറിന് എത്ര ടോട്ടൽ എമൗണ്ട് കിട്ടിയിട്ടുണ്ടാവും? ടൂറിന് 175 രൂപ വെച്ചിട്ട്. അപ്പം മൊത്തം എത്ര കുട്ടികളുള്ളത്? 100 ആണുള്ളത് അല്ലേ? അപ്പം 100 × 175 ചെയ്യണം. അപ്പം നമുക്ക് എത്ര കിട്ടും? കിട്ടിയോ? അപ്പോൾ 17500 രൂപ കിട്ടി എന്ന് നിങ്ങൾ ആൻസർ ചെയ്യണം. 100 × 175 ചെയ്ത് നോക്കണം. ക്ലിയർ ആയോ? ബി ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ മച്ച് വാസ് ദ എമൗണ്ട് സ്പെൻഡ് ഫോർ ഫുഡ് മോർ ദാൻ ദാറ്റ് ഓഫ് ദ ടിക്കറ്റ്? ടിക്കറ്റിനേക്കാളും എത്ര കൂടുതലാണ് ഫുഡിന് വേണ്ടി ചിലവാക്കിയത്? ഹൗ മച്ച് വാസ് എമൗണ്ട് സ്പെൻഡ് ഫോർ ഫുഡ്? എത്ര ഫുഡിന് വേണ്ടിയിട്ട് ടിക്കറ്റിനേക്കാൾ ചിലവാക്കി? ഫുഡിൻ്റെ എത്രയാണ്? 6150 ടിക്കറ്റിന് എത്രയാണ്? 3210 അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? 6150 6150 നിന്ന് എന്ത് ചെയ്യണം? 3210 മൈനസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? 290/40 എന്ന് ആൻസർ കിട്ടും. സി ക്വസ്റ്റ്യൻ നോക്കി. വാട്ട് വാസ് ദ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓഫ് ദ സ്റ്റഡി ടൂർ? അപ്പോൾ എത്രയാണ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ? എത്രയാണ് സ്റ്റഡി ടൂറിന്? അതിനപ്പോൾ എന്ത് ചെയ്താൽ മതി? എല്ലാം കൂടി നിങ്ങൾ പ്ലസ് ചെയ്താൽ മതി. എല്ലാം കൂടി പ്ലസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? 16,960 എന്ന് കിട്ടും. ഇനി ഡി ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഇസ് ദ ബാലൻസ് എമൗണ്ട്? ബാലൻസ് എമൗണ്ട് എത്രയുണ്ട്? നിങ്ങൾക്ക് ടോട്ടൽ എത്രയായത്? നിങ്ങൾക്ക് ടോട്ടൽ നിങ്ങളുടെ കയ്യിൽ എത്ര രൂപ ഉണ്ടായിരുന്നു? 17,500 രൂപ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ബാലൻസ് എത്രയുണ്ടെന്ന് നിങ്ങൾ ചിലവാക്കിയതിൽ നിന്ന് ബാലൻസ് എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ 17,500 നിന്ന് 16,960 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എത്ര ബാലൻസ് കിട്ടും? 540. അപ്പോൾ 540 നിങ്ങൾക്ക് ബാലൻസ് കിട്ടുക. 3. വയേർഡ് ഫെൻസ്. ദ പിക്ചർ ഓഫ് ദ ഫാംലാൻഡ് ഓഫ് ബബിത ആൻഡ് റസി ഈസ് ഗിവൺ. ബബിതയുടെയും റസിയുടെയും ഫാംലാൻഡിൻ്റെ ഒരു പിക്ചർ ഇതാണ് തന്നിരിക്കുന്നത്. ദേ ഹാവ് ഡിസൈഡ് ടു ബിൽഡ് എ ഫെൻസ് അറൗണ്ട് ദ ഫാംലാൻഡ്. അതിന് ചുറ്റും ഒരു ഫെൻസ് കെട്ടാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിക്കണം ഫാംലാൻഡിന് ചുറ്റും. അപ്പോൾ ഹൗ മെനി മീറ്റേഴ്സ് ഓഫ് ഫെൻസ് ഷുഡ് ഈച്ച് വൺ ബിൽഡ്? ഓരോരുത്തർക്കും എത്ര മീറ്റേഴ്സ് ഫെൻസ് കെട്ടണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ. ബബിതയുടെ ഫാംലാൻഡ് ഏത് ഷേപ്പിലാണുള്ളത്? റെക്റ്റാങ്കിൾ ഷേപ്പിലാണുള്ളത് അല്ലേ? അപ്പോൾ
9 മീറ്റർ 6 മീറ്റർ ആയിരിക്കും. അപ്പം റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് രണ്ടും സെയിം ആയിരിക്കും, 9 മീറ്റർ 9 മീറ്റർ. വിഡ്ത്തും എന്താണ് 6 മീറ്റർ 6 മീറ്റർ അല്ലേ. അപ്പോൾ ബബിതയ്ക്ക് എത്രയായിരിക്കും? 9 + 9 + 6 + 6 അല്ലേ, ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടും നിങ്ങൾക്ക്? മൂന്നും ആഡ് ചെയ്ത് കഴിയുമ്പോൾ എത്ര കിട്ടും? 30. ഇനി റസിയുടെ നോക്കൂ. റസിയുടെ എന്താ ഷേപ്പ്? സ്ക്വയർ ഷേപ്പാണ്. അപ്പോൾ 7 മീറ്റർ 7 മീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ രണ്ട് സൈഡും ബാക്കി സൈഡും എത്ര തന്നെയായിരിക്കും? 7 മീറ്റർ തന്നെയായിരിക്കും. എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും സ്ക്വയറിൻ്റെ അല്ലേ. അപ്പം നിങ്ങൾ എന്ത് എഴുതണം? 7 + 7 + 7 + 7 = എത്ര കിട്ടും? ആൻസർ എഴുതണം. എത്ര കിട്ടും? 28 മീറ്റർ. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കൂ. ദ കോസ്റ്റ് ഓഫ് 1 മീറ്റർ വയർ ഫെൻസ് ഇസ് 120 റുപ്പീസ്. അതായത് 1 മീറ്ററിന് എത്രയാണ്? 120 റുപ്പീസ് ആണ്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഹൗ മച്ച് എമൗണ്ട് ഈച്ച് വൺ ഹാസ് ടു സ്പെൻഡ്, ഓരോരുത്തർക്കും എത്ര വെച്ച് ചിലവാകും എന്നാണ് ചോദിച്ചേക്കണേ. അപ്പോൾ ബബിതയ്ക്ക് ടോട്ടൽ എത്രയുള്ളത്? ബബിതയ്ക്ക് ടോട്ടൽ 30 മീറ്ററാണ്. 1 മീറ്ററിന് എത്രയാണ്? 120 ആണ്. അപ്പോൾ 30 മീറ്ററിന് എത്രയാവും എന്ന് കണ്ടുപിടിക്കണം. ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുക. അപ്പോൾ നമുക്ക് 3600 ആൻസർ കിട്ടും. ഇനി റസിയയ്ക്കോ? റസിയയ്ക്ക് എത്ര മീറ്റർ ഉണ്ട്? 28 മീറ്ററാണുള്ളത്. അപ്പോൾ 120 വെച്ചിട്ട് എത്രയാവും? 360. ഇനി ഹൂ നീഡ്സ് ടു സ്പെൻഡ് മോർ മണി? ആർക്കായിരിക്കും കൂടുതൽ മണി സ്പെൻഡ് ചെയ്യേണ്ടത്? ബബിതയ്ക്കായിരിക്കും. കാരണം ബബിതയ്ക്കാണ് എന്ത് കൂടുതൽ ഏരിയ ഉള്ളത് അല്ലേ. അപ്പം 3600 ബബിതയ്ക്കാണ് ചെയ്യേണ്ടത്. ഹൗ മച്ച് മോർ? എത്ര എണ്ണിച്ച് കൂടുതൽ? അപ്പം എന്ത് ചെയ്താൽ മതി? നമ്മൾ എന്ത് ചെയ്താൽ മതി? കൂടുതൽ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 600 മൈനസ് 360 മൈനസ് ചെയ്യുക. അല്ല, 3360 മൈനസ് ചെയ്യുക. അപ്പം 3600 3360 മൈനസ് ചെയ്യുക. അപ്പോൾ എത്ര ബാലൻസ് കിട്ടും? 240 റുപ്പീസ് അല്ലേ. നെക്സ്റ്റ് വിക്ടറി ഫെസ്റ്റ്. താഴെ കൊടുത്തിരിക്കുന്നത് ഏതാണ്? മുതുമല LP സ്കൂളിലെ PTA ഒരു കാര്യം ഡിസൈഡ് ചെയ്തിരിക്കുന്നു. എന്താണ്? കുറേ പരിപാടികളിൽ ജയിച്ചവർക്ക് പ്രൈസ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു വിക്ടറി ഫെസ്റ്റ് നടത്തിയിട്ട്. അപ്പോൾ താഴെ അത് കണ്ട് സബ് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? വിക്ടറി ഫെസ്റ്റ് ഈസ് ഫണ്ടഡ് ത്രൂ ഗിഫ്റ്റ് കൂപ്പൺ. വിക്ടറി ഫെസ്റ്റ് നടത്തുന്നത് എങ്ങനെയാണ്? ഗിഫ്റ്റ് കൂപ്പൺ വിറ്റിട്ട് വഴിയാണ്. ദേ ഹാവ് സോൾഡ് 300 കൂപ്പൺസ് ഓഫ് റുപ്പീസ് 50 ഈച്ച്. 50 രൂപയുടെ 300 കൂപ്പണാണ് അവർ വിറ്റത്. ഹൗ മച്ച് ഡിഡ് ദേ ഗെറ്റ് ബൈ സെല്ലിങ് ദ കൂപ്പൺ? അപ്പോൾ അവർക്ക് എത്ര രൂപ കിട്ടിക്കാണും എന്നാണ് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? 300 ഇൻറ്റു എന്താണ് 50 ചെയ്യണം. 300 ഇൻറ്റു 50 അല്ലേ. ഒരു കൂപ്പൺ തന്നെയാണ് 50 റുപ്പീസ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 300 ഇൻറ്റു 50 ഇങ്ങനെ ഇൻറ്റു ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 15,000 അല്ലേ. 15,000 രൂപയാണ് കിട്ടുക. ഓക്കെ അല്ലേ മക്കളെ. ഈ ക്വസ്റ്റ്യൻ നോക്കൂ. പ്രൈസസ് ആർ ഗിവൺ ടു 60 ചിൽഡ്രൻ ഹു വോൺ ദ വേരിയസ് ഫെയർസ് ഇഫ് 90 റുപ്പീസ് സ്പെൻഡ് ഫോർ ഈച്ച് ചൈൽഡ്. വാട്ട് ഈസ് ദ ടോട്ടൽ കോസ്റ്റ്? അതായത് എന്താണ്? 60 കുട്ടികൾക്കാണ് പ്രൈസ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു പ്രൈസിന് 90 രൂപയാണ്. അപ്പോൾ ടോട്ടൽ പ്രൈസിന് വേണ്ടി എത്രയായി എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ എത്രയാണ്? മൊത്തം എത്ര കുട്ടികളാണ്? 60 ആണ്. അവർക്ക് ഒരു പ്രൈസിന് എത്രയാണ്? 90 റുപ്പീസാണ്. അപ്പം ടോട്ടൽ എത്രയെന്ന് കാണാൻ എന്ത് ചെയ്താൽ മതി? 16 ഇൻറ്റു 90 ചെയ്താൽ മതി. അപ്പം നമുക്ക് എത്ര കിട്ടും? 5400 എന്ന് കിട്ടും. ഓക്കെ അല്ലേ. ലഡു ഓഫ് 5 റുപ്പീസ് വാസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് 360 ചിൽഡ്രൻ ഓഫ് ദ സ്കൂൾ. ഹൗ മച്ച് വാസ് സ്പെൻഡ് ഫോർ ബൈയിങ് ലഡൂസ്? ടിക്ക് ദ റൈറ്റ് ആൻസർ. എന്താ പറഞ്ഞിരിക്കുന്നത്? സ്കൂളിൽ 360 കുട്ടികൾക്ക് എന്ത് ചെയ്യുകയാണ്? 5 രൂപയുടെ ലഡു വെച്ച് കൊടുക്കുകയാണ് ഓരോരുത്തർക്കും. അപ്പോൾ 360 കുട്ടികൾക്ക് 5 രൂപയുടെ ലഡു വെച്ച് കൊടുക്കുമ്പോൾ ടോട്ടൽ എത്രയായി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എത്രയാണ്? 0 ഇൻറ്റു 5 0, 5 ഇൻറ്റു 6 30, 0 അല്ലേ. 3 ഇവിടെ ബാലൻസ് ചെയ്യുന്നു. 5 ഇൻറ്റു 3 15, 15 + 3 18. അപ്പം മൊത്തം എത്രയായി? 1800, 1800 രൂപയായി. ഇനി ഹൗ മച്ച് റുപ്പീസ് ഇസ് ലെഫ്റ്റ് ആഫ്റ്റർ ബൈയിങ് ഗിഫ്റ്റ് ആൻഡ് ലഡു? ഗിഫ്റ്റും ലഡുവും വാങ്ങിയ ശേഷം ബാക്കി എത്ര ബാലൻസ് ഉണ്ടാവും എന്നാണ് ചോദിച്ചാണ്. അപ്പം ഗിഫ്റ്റിന് എത്ര രൂപയായി? 5400. ഗിഫ്റ്റിന് എത്രയായി? 5400 അപ്പം 5400 പ്ലസ് എത്ര? ലഡുവിന് എത്രയായി? 1800. അപ്പോൾ 5400ഉം 1800ഉം കൂടി ആഡ് ചെയ്യാം.
അപ്പോൾ ഹൗ മച്ച് രൂപ എത്രയെന്ന് നമുക്ക് കിട്ടും? എത്ര കിട്ടും? 5400-ഉം 1800-ഉം കൂടി പ്ലസ് ചെയ്യണം നിങ്ങൾ. അപ്പോൾ എത്രയാണ്? 2 അല്ലേ? 8 4 12, 2 1 5 1 6 6 1 7. നിങ്ങൾക്ക് എത്രയായി? 7200 രൂപയാണ് രണ്ടിനും കൂടി ആവുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? മൊത്തം നമുക്കുള്ള പൈസ എത്രയാണ്? 15000 ആണ് അല്ലേ? മൊത്തമുള്ളത് ക്യാഷ് കിട്ടിയത് എത്രയാണ്? 15000 ആണ്. അപ്പോൾ ബാലൻസ് നമ്മുടെ കയ്യിൽ എത്ര ഉണ്ടെന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? 15000-ൽ നിന്ന് 7200 മൈനസ് ചെയ്യുക. മനസ്സിലായോ? 0 0 എത്ര കിട്ടും നിങ്ങൾക്ക്? 7800. അപ്പോൾ എത്ര കിട്ടുന്നത്? 7800. അഞ്ചാമത്തെ പ്രവർത്തനം നോക്കൂ. ഹൂ ഈസ് ഹൈഡിങ്? താഴെ കുറച്ച് ക്രിയകൾ തന്നിട്ടുണ്ട് അല്ലേ നിങ്ങൾക്ക് ചെയ്യാൻ. അപ്പോൾ അത് ചെയ്തിട്ട് ആ കിട്ടുന്ന ആൻസർ ഇവിടെ കളർ ചെയ്യാനാണ് പറഞ്ഞത്. ഫൈൻഡ് ദ ആൻസർ ഗിവൺ ഓപ്പറേഷൻ, കളർ ദ പാർട്സ് വിച്ച് ഹാവ് ദ ആൻസേഴ്സ് ആൻഡ് ഫൈൻഡ് ഔട്ട് ഹൂ ഈസ് ഹൈഡിങ്. അങ്ങനെ ആരാണത് ഒളിച്ചിരിക്കുന്നതെന്ന് നിങ്ങളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ എന്താണ്? 2001 പ്ലസ് 1999. അത് രണ്ടും പ്ലസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെന്ന് ആൻസർ കിട്ടുന്നത്? രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 4000 എന്ന് കിട്ടും. അപ്പം നിങ്ങൾ ഇതിൽ നോക്കിയിട്ട് 4000-നെ ഇങ്ങനെ കളർ ചെയ്യണം. 4000-നെ കളർ ചെയ്യണം. രണ്ടാമത്തെ എന്താണ്? 4375 പ്ലസ് 2125. ഇതെല്ലാം കൂട്ടാനുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് എത്ര കിട്ടും? 6500. അടുത്തത് ആരെ നിങ്ങൾ ചെയ്യേണ്ടത്? 6500. അതെവിടെയാണെന്ന് നോക്കൂ. അതാ അവിടെ അല്ലേ? 6500. മൂന്നാമത്തേതോ? 3456 പ്ലസ് 2183. അപ്പം നിങ്ങൾക്ക് എത്ര കിട്ടണേ? 5649 അല്ലേ? അപ്പം ഏതാണെന്ന് നോക്കണം. എവിടെയാണ് കിടക്കുന്നതെന്ന് നോക്കണം. ദാ ഇവിടെ കിടക്കുന്നു അല്ലേ? അപ്പോൾ അതിനെ കളറ് ചെയ്യാം. അടുത്തത് എത്രയാണ്? 8900 മൈനസ് 5450. ഇത് മൈനസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എത്ര ആൻസർ കിട്ടുന്നത്? 3450 എന്ന് കിട്ടും. അപ്പം അത് കളർ ചെയ്യുക. 3450 കളർ ചെയ്യുക അല്ലേ? അടുത്തത് നിങ്ങൾക്ക് എത്ര കിട്ടണേ? 3999 മൈനസ് 2988 എന്ന് മൈനസ് ചെയ്യുക. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 1011 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ നിങ്ങൾ അതിനും കളർ ഇങ്ങനെ കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടിയിരിക്കണേ? ഒരു മീനിനെ കിട്ടിയിട്ടുണ്ടല്ലേ? ഒരു ഫിഷിനെയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതാണ് നിങ്ങളിവിടെ ചെയ്യേണ്ടത്. അടുത്തത് ആക്ടിവിറ്റി 6 നോക്കൂ. റിലീഫ് ഫണ്ട്. ദ എമൗണ്ട് ഓഫ് കോൺട്രിബ്യൂട്ടഡ് ടു ദ റിലീഫ് ഫണ്ട് ബൈ 4 കുടുംബശ്രീ യൂണിറ്റ് ഇൻ പഞ്ചായത്ത് ഈസ് ഗിവൺ. എന്താണ്? ഒരു റിലീഫ് ഫണ്ടിലേക്ക് 4 കുടുംബശ്രീ യൂണിറ്റ്സ് നൽകിയിരിക്കുന്ന കോൺട്രിബ്യൂഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കുടുംബശ്രീ യൂണിറ്റ് ഏതാണ്, എത്ര രൂപ വെച്ചിട്ട് അവർ കൊടുത്തു എന്ന് പറഞ്ഞിരിക്കുകയാണ്. വിച്ച് കുടുംബശ്രീ യൂണിറ്റ് ഡൊണേറ്റ് ദ ഹയസ്റ്റ് എമൗണ്ട്? ഏറ്റവും കൂടുതൽ എമൗണ്ട് കൊടുത്തത് ആരാണ്? ഏറ്റവും കൂടുതൽ എമൗണ്ട് ആരാണ് കൊടുത്തത്? നവജ്യോതി അല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നവജ്യോതി എന്ന് എഴുതണം. രണ്ടാമത്തെ അവരെത്ര കൊടുത്തിരിക്കുന്നത്? 5397 രൂപയാണ് അല്ലേ? ബി ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ മച്ച് മോർ വാസ് ഡൊണേറ്റഡ് ബൈ സൗപർണിക യൂണിറ്റ് ദൻ കാവേരി കുടുംബശ്രീ യൂണിറ്റ്? എന്താ ചോദിച്ചിരിക്കുന്നത്? എത്ര സൗപർണിക യൂണിറ്റ് കാവേരി കുടുംബശ്രീ യൂണിറ്റിനേക്കാൾ എത്രയാണ് കൂടുതൽ കൊടുത്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? സൗപർണികയിൽ നിന്ന് കാവേരീൻ്റെ മൈനസ് ചെയ്താൽ മതി. മനസ്സിലായോ? അതായത് 5188 മൈനസ് എന്താണ്? കാവേരി അല്ലേ? 4370 മൈനസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? 818 രൂപ എന്ന് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഡൊണേറ്റഡ് ബൈ 4 കുടുംബശ്രീ യൂണിറ്റ്? 4ഉം കൂടി എത്രയാണ് കൊടുത്തേക്കണേന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പം 4 ആളും എത്ര കൊടുത്തേക്കണേന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? എല്ലാം കൂടി പ്ലസ് ചെയ്താൽ മതി. 5188 പ്ലസ് 4370 പ്ലസ് 5397 പ്ലസ് എന്താണ്? 4825. ഇത് 3ഉം 4ഉം പ്ലസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? 19780 രൂപ എന്ന് ആൻസർ കിട്ടും.
ഇനി ഡി ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ മച്ച് മോർ ഈസ് നീഡഡ് ടു കംപ്ലീറ്റ് ദ ഡൊണേഷൻ ഓഫ് 20,000? ടിക്ക് ദ റൈറ്റ് ആൻസർ. എന്താ പറഞ്ഞിരിക്കുന്നത്? അതിന് 20,000 റുപ്പീസ് ആവാൻ വേണ്ടിയിട്ട് എത്രയും കൂടി അതിനകത്തേക്ക് വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ 20,000-ൽ നിന്ന് എന്ത് ചെയ്യണം? മൈനസ് 90,718 മൈനസ് ചെയ്യുക. 20,000-ൽ നിന്ന് 19,780 രൂപ മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 220 എന്ന് കിട്ടും. ഇത്രയൊക്കെയാണ് മക്കൾ നിങ്ങളുടെ ആൻസർ കീ മാത്സിൻ്റെ. അപ്പോൾ എല്ലാവരും നന്നായി എക്സാം എഴുതിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ then see you again. Thank you.